ഇതിലെ രണ്ടാം വാർഡായ അടുത്തല വാർഡിലെ മെമ്പർ ജോർജ് കുട്ടി എബ്രഹാം വാർഡിൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അടുത്തല വാർഡിൽ മൊത്തം എത്ര കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്? ഇതിനകത്ത് എത്ര എണ്ണത്തിന്റെ ഗ്രേഡിംഗ് കഴിഞ്ഞിട്ടുണ്ട്? അടുത്തല വാർഡിൽ ഇപ്പോൾ നിലവിൽ 10 കുടുംബശ്രീ വരെ ഉണ്ട്. അതിൽ ഒരു 2 കുടുംബശ്രീകളെ ഒഴിച്ച് ബാക്കി ഗ്രേഡിംഗ് നടന്നു. അടുത്തല വാർഡിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും കുടുംബശ്രീ യൂണിറ്റിന് കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അടുത്തല വാർഡിലെ ഞാനിപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറായിട്ടിപ്പോൾ വന്ന ഒരു 6 മാസമല്ലേ ആയുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റിൽ സജീവമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീക്ഷിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് ഒരു 60% ആളുകൾ ഈ കുടുംബശ്രീ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകളിൽ സാനിറ്ററി കക്കൂസ് സംവിധാനം, ഭവനശ്രീ പദ്ധതി, ഈ വക കാര്യങ്ങൾക്ക് എന്ത് പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്? അതിന് ഈ കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഈ വാർഡിൽ ഇതിൻ്റെ ഈ ഒരു പ്രചരണ പരിപാടി നടത്തുന്നതിന്, അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട്. അതിൽ അവരെല്ലാം ആത്മാർത്ഥമായി എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് ഈ ഈ കുഷ്ഠരോഗ നിവാരണം, അതിന് ഈ തുള്ളിമരുന്ന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവർ ആ ഏറ്റെടുത്ത ജോലി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. അതിൽ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. CDS, ADS സമിതികൾ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട്? അവർ ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഈ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അവരെ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഇവർ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ പുതിയ ഈ കൂട്ടായ്മ സാമൂഹ്യമായും സാമ്പത്തികമായും കൂടുതൽ മുന്നോട്ട് വരുവാനുള്ള അവരുടെ ഈ വ്യഗ്രത, അതാണ് കുടുംബശ്രീയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് മെമ്പറുടെ അഭിപ്രായം എന്താണ്? ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായിട്ട് വന്ന ഒരു 3-4 വർഷങ്ങൾക്കകമാണ്. അത് കുടുംബശ്രീ, പിന്നെ അയൽക്കൂട്ടം, പിന്നെ അങ്ങനെ ഈ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സ്ത്രീകളെ കൂടുതൽ സാമൂഹ്യ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ കൂട്ടായ്മ ഈ കുടുംബശ്രീ വളരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഒരു സമ്പാദ്യശീലം, അത് സാധാരണ ഈ സ്ത്രീകളിൽ കൂടുതലും കുടുംബിനികളാണ്, സ്വന്തമായി ജോലിയില്ലാത്ത ഗൃഹവൃത്തി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥകളാണ് കൂടുതലും. ജോലിയുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത അനേകം സ്ത്രീകൾ നമ്മുടെ ഇന്ന് ഈ രാജ്യത്തുണ്ട്. അവർക്ക് ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ ഒരു 5% അതുകൊണ്ട് നിറവേറ്റപ്പെടുവാൻ കഴിയുന്നു എന്നുള്ളത് കാര്യത്തിൽ അവർക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ പുരുഷനെ മാത്രം എല്ലാ കാര്യത്തിലും ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം അവരെ ഒരു സ്വന്തമായി ഒരു അസ്തിത്വം അവർക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്.